അറിയിക്കേണ്ട ആൾക്കാരെയൊക്കെ അറിയിച്ചല്ലോ അല്ലേ? അതെന്റെ ജോലിയാ. ജോലി മതിൽക്കെട്ടിന് പുറത്ത് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഇവിടെ കണ്ടുപോകരുത്. ഇത് മംഗലശ്ശേരിക്കാരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതറിയാത്തവർക്ക് വേണ്ടി ഗേറ്റിന് മുന്നിൽ എഴുതി വെച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പുറത്തു കിടക്കണം. ഇവിടെ ജീവിച്ചു മരിച്ചവരുടെ ബാധ്യത കൂടി മംഗലശ്ശേരിക്കാർ ഏറ്റെടുക്കോ? ഈ കളി മംഗലശ്ശേരിക്കാരുടെ സർവ്വനാശത്തിനാ. അതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നിങ്ങളോട് കടന്നു പോവാനാ പറഞ്ഞ. ദൈവമേ, അമ്മ ഇതെവിടെ പോയി? ഇവിടെ നിൽക്കുന്നതും കണ്ടു, തിരിഞ്ഞു നോക്കിയപ്പോ ആളെയും കാണുന്നില്ല. ഇത് തീക്കളി തന്നെയാ. അമ്മോ, അമ്മോ, ഏത് നേരത്താണോ കൂടെ പോരാൻ തോന്നിയത്? അമ്മോ, മോളെ അമ്മു, നീ ഇവിടെ നിൽക്കായിരുന്നോ? ദിനേശേട്ട് പേടിച്ചു പോയോ? പിന്നെ പേടിക്കാതെ. ഇവിടെ വന്നത് മുതൽ എന്തോ അനർത്ഥങ്ങൾ സംഭവിക്കുന്ന പോലൊരു തോന്നലാ. ഇനി എന്താ അനർത്ഥം നമുക്ക് സംഭവിക്കാനുള്ളത്? അമ്മു എന്തിനാ ഇവിടേക്ക് വന്നത്? ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ ഒരു സ്ത്രീ വിവരങ്ങൾ അറിയാൻ പാത്തും പതുങ്ങിയും വരും. അവരിവിടെ എവിടെയോ ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ പുറത്തു വന്ന് നോക്കി. എന്റെ കണക്കൂട്ടല് തെറ്റിയില്ല. അവരാരെയോ വിളിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. സ്ത്രീ അതിവിടെ അയൽപ്പക്കത്തുള്ള ആരെങ്കിലും ആയിരിക്കും. ആരെയായിരിക്കും ആ സ്ത്രീ അറിയിച്ചിട്ടുണ്ടാവുക? ഗൗതത്തെ ആവുമോ? അല്ല, ഈ വീടും പറമ്പും വില കൊടുത്തു വാങ്ങാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും. നമുക്ക് പോവാം. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാ. ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്ത് ആരും അറിയില്ല. ഇതൊരു പ്രേതഭവനം പോലെയാ നാട്ടുകാർ കരുതുന്നേ. നിലവിളിച്ചാൽ പോലും ഇവിടെ ആരും വരില്ല. നമ്മൾ ഇവിടെയുള്ള വിവരം ഗൗതം അറിഞ്ഞ അയാൾ ഇതൊരു നല്ല അവസരമായി കരുതും. നമ്മളെ കൊല്ലാൻ ആളുകൾ വരും. നിന്നെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കാ ഗൗതം. ദിനേശേട്ടന് പേടിയാണെങ്കിൽ റോഡിൽ പോയി നിന്നാ മതി. ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാ വന്നത്. എന്റെ പേടി എന്നെ ഓർത്തല്ല, അമ്മുനെ ഓർത്താ. എന്റെ കൺമുന്നിൽ വെച്ച് അമ്മൂനൊന്നും പറ്റിപ്പോരെന്ന് പേടി കൊണ്ട് പറഞ്ഞതാ. ഇവിടെ ഒട്ടും സേഫ് അല്ല അമ്മു. വാ, നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ ഇവിടേക്കാ വന്നെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. നമ്മൾ രണ്ടുപേരെയും ഇവിടെ എവിടെയെങ്കിലും കൊന്നു കുഴിച്ചിട്ടാ പോലും ആരും അറിയാൻ പോകുന്നില്ല. മോളെ, ആരൊക്കെയോ എത്തിക്കഴിഞ്ഞു. ആ, വരാൻ വേണ്ടി കാത്തിരിക്കല്ലേ ദിനേശേട്ടാ. അവര് വരട്ടെ. അമ്മു, വേഗം എന്റെ കൂടെ ഒന്ന് വാ. നമുക്ക് ഇതുവഴി രക്ഷപ്പെടാം. വന്നിരിക്കുന്ന ഒന്ന് രണ്ട് പേരാവില്ല. അങ്ങനെ ഓടി രക്ഷപ്പെടാനാണെങ്കിൽ ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? അമ്മു, അവളാ ആ ദക്ഷ. ആ, ഇത്ര വേഗം ദക്ഷ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ദക്ഷയാണോ അമ്മ പ്രതീക്ഷിച്ചിരുന്നത്? ഈ മണ്ണിൽ മംഗലശ്ശേരിയുടെ മുദ്ര കുത്താൻ മാത്രം ആ പെണ്ണ് വളർന്നോ? അവള് ഇവിടെ വിട്ട് പോയിട്ടില്ല. ഇനിയും വെച്ച് വളർത്തണോ മോളെ?
അല്ല, എന്ത് ഭാവിച്ച ഈ പെണ്ണ്? ആരോട് ചോദിച്ചിട്ടാടി നീ ഇതിനുള്ളിൽ പ്രവേശിച്ചത്? ഞാനല്ലേ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്? അന്യർക്ക് പ്രവേശനമില്ലെന്ന് ബോധ്യപ്പെടുത്താൻ പുറത്തൊരു ബോർഡ് വെച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഈ വീടും പറമ്പും വാങ്ങിയിട്ടതല്ലാതെ ഈ മണ്ണിൽ കാലുകുത്താൻ മുകുന്ദൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ല. മംഗലശ്ശേരിന്ന് ഒരാൾ പോലും ഈ തറവാടിന്റെ ഗേറ്റ് കടന്ന് വന്നിട്ടുമില്ല. പിന്നെ എന്ത് ധൈര്യത്തിലടി നീ ഇതിനുള്ളിൽ കടന്നു കയറി എന്റെ അച്ഛന്റെ ആത്മാവിനെ വേദനിപ്പിച്ചത്? വീട്ടുകാരറിയാത്ത ഒരു കല്യാണ കഥയുടെ പേരിൽ അവകാശം സ്ഥാപിക്കാൻ ഇറങ്ങുമ്പോ നീ എന്നെ മറന്നോ? ഞാൻ ആരാണെന്ന് നിനക്കും ഈ നിൽക്കുന്നവനും ബോധ്യപ്പെടുത്തി തന്നതല്ലേ? തീർത്തു കളയണം മോളെ. ചോര കൊണ്ടുവേണം എവർ ചെയ്ത അപരാധത്തിന് പരിഹാരക്രിയ ചെയ്യാൻ. ആത്മശാന്തി കിട്ടാതെ രണ്ട് ആത്മാക്കൾ ഉറങ്ങുന്ന മണ്ണാണിത്. വാ മോളെ, നമുക്ക് പോവാം. ആരെയും പേടിച്ചോടിപ്പോവാനല്ല നമ്മളിവിടെ വന്നത്. ഇത് ദിനേശേട്ടന് കൂടി അവകാശപ്പെട്ട മണ്ണാവുമ്പോ അവിടെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും ഒക്കെ അടിഞ്ഞിട്ടുണ്ടാവും. അതിനൊക്കെ ഓരോരുത്തരും അവകാശം പറഞ്ഞോണ്ട് വന്ന കൈവശക്കാരന് എന്ത് ചെയ്യാനാവും? എന്റെ ദേഹത്ത് നിങ്ങൾ തൊട്ടാ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും. നിന്നെ ഞാൻ വിട്ടുകളഞ്ഞതാ. കുറച്ച് അലിവ് നിന്നോട് തോന്നി. ഇനി നീ എന്നിൽ നിന്ന് ഒരു ദയം പ്രതീക്ഷിക്കരുത്. മംഗലശ്ശേരിക്കാരോട് എനിക്കുള്ള പകയുടെ ഇരട്ടി പക ഈ നിമിഷം മുതൽ എനിക്ക് നിന്നോടുമുണ്ട്. നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിങ്ങൾ തരുന്നത് എന്തും ഏറ്റെടുക്കാൻ തയ്യാറായി തന്നെയാ ഞാനിവിടെ വന്നത്. നിങ്ങൾ ഇവിടെ ഞാൻ വരുത്തിയതും മനഃപൂർവ്വം തന്നെയാ. നിങ്ങൾക്ക് ഈ തറവാട് സ്വന്തമാക്കണം അല്ലേ? അതിന് നിങ്ങൾ ശർമാജി വക്കീലിനെ കണ്ട വിവരമൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചില്ല. എന്താ അത് ചെയ്യാതിരുന്നത്? ഈ വീട്ടിൽ കയറിയതിന്റെ പേരിൽ എന്റെ ചേച്ചി നിങ്ങൾ 2 തവണ കൊല്ലാക്കൊല ചെയ്തു. തീർന്നിട്ടില്ലടി. നിന്റെ ഈ താലി അഴിച്ചു വെപ്പിക്കാനാ ഇനി ഞാൻ പോകുന്നേ. എന്റെ അടുത്ത ലക്ഷ്യം അവനാ. തടയാൻ കഴിയോ നിനക്ക്? പക തലയ്ക്ക് പിടിച്ച പിന്നെ അതൊരു ഭ്രാന്തായി തീരുമെന്ന് എനിക്കറിയാം. ജീവിക്കണമെന്ന് മോഹം പോലും നഷ്ടപ്പെട്ട് ഇന്നലകളാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് മനസ്സിലാക്കി തന്ന് നിങ്ങളെ എനിക്ക് തിരിച്ചയക്കണം. നിങ്ങൾ കാരണം ഇനി മംഗലശ്ശേരിയിൽ ഒരു നിരപരാധി പോലും ആപത്തിൽപ്പെടരുത്. ദക്ഷയെ നീ മടക്കി അയക്കുന്നോ? അതും നിന്നെ പോലൊരു ഐഡന്റിറ്റി പോലും ഇല്ലാത്ത പീറ പെണ്ണ്. എന്തറിയാനാ മോളെ, വേറെ ഒരു ബലിമൃഗം. ദേ, നിങ്ങൾ ദക്ഷയാണോ ഗൗരീനന്ദനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. ഞാൻ ജീവിക്കുന്നത് ഭൂതകാലത്തിലൊന്നുമല്ല. പക്ഷേ എനിക്കൊന്നറിയാം, ഈ തറവാട് നിങ്ങൾക്കൊരു ദൗർബല്യാണെന്ന്. അല്ലായിരുന്നെങ്കിൽ ഇത് വിലയ്ക്ക് വാങ്ങിക്കാൻ നിങ്ങൾ വരില്ലായിരുന്നല്ലോ. ഞാനൊരു ബോർഡ് വെച്ച ഉടനെ നിങ്ങൾ ഭ്രാന്ത് പിടിച്ചിവിടെ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഈ തറവാടിനുണ്ടായ ദുരന്തം മനസ്സിലാക്കി തന്നെയാ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്.
ഒരു കുടുംബം തകർന്നു പോകുന്നതിന്റെ വേദനയൊക്കെ എനിക്കറിയാം. ആരും ഒന്നിനും കാരണമാവുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിന്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല ഞാൻ. നിങ്ങളോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാ, എല്ലാം അവസാനിപ്പിച്ച് നിങ്ങൾ മടങ്ങിപ്പോയാ നിങ്ങളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ വീടും ഇതുപോലെ നിൽക്കും. അല്ലെങ്കിൽ ബാക്കിയോടി പറയടി. ഈ തറവാട് ഞാൻ കുളം തോണ്ടും. ദേ, മിണ്ടരുത്. മംഗലശ്ശേരി കയറി കളിക്കുമ്പോ ഓർത്തില്ലല്ലേ ജീവവായു പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തറവാടുള്ള കാര്യം? അച്ഛനും മേട്ടനും കെട്ടിത്തൂങ്ങിയ തറവാട്. നിങ്ങളുടെ പക കാരണം ഇതങ്ങ് പൊളിച്ചു കളഞ്ഞാലോ? തീരില്ലേ നിങ്ങളുടെ പക? പറയുക മാത്രമല്ല ദക്ഷാമേ, ലക്ഷ്മി അത് ചെയ്തിരിക്കും. JCB കൊണ്ട് 1 മണിക്കൂർ സമയം തികച്ചു വേണ്ട ഈ പഴയ തറവാട് അടിത്തറയോടെ പൊളിച്ച് മണ്ണോട് ചേർക്കാൻ. ഞാനത് എങ്ങനെ ചെയ്യുന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ശാസ്ത്രികൾ പ്രശ്നം വെച്ച് ഒരു വാക്ക് മുത്തശ്ശനോട് പറഞ്ഞാ മതി. സകല അനർത്ഥങ്ങൾക്കും കാരണം അപശകുനമായി നിൽക്കുന്ന ഈ മാണിക്യമംഗലം തറവാടാണെന്ന്. പാത്തും പതുങ്ങി ഇവിടെ വരുന്നതല്ലാതെ അത് തടയാൻ ദക്ഷാമയ്ക്ക് കഴിയോ? ഈ തറവാട് നിങ്ങൾക്ക് ഒരു കാലത്തും സ്വന്താക്കാൻ പറ്റില്ല. അതിന് ഗൗരി നന്ദനയെ ഞാൻ അനുവദിക്കില്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾ പുറത്തറിയിച്ച 2 തവണ കൊലപാതക ശ്രമം നടത്തിയ നിങ്ങൾ അകത്തു പോവും. അതും വ്യക്തമായ തെളിവുകളോടെ. നിങ്ങൾ നമ്പർ തിരിച്ചറിയാതെ ഫോണിൽ വിളിച്ചല്ലേ വിജയം ആഘോഷിച്ചത്? മംഗലശ്ശേരി കയറി വന്നിട്ട് നിങ്ങളുടെ മുഖം പോലും അവിടുത്തെ ക്യാമറയിൽ പതിഞ്ഞില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തെറ്റി, അതും ഐഡന്റിറ്റി ഇല്ലാത്തൊരു പിയറ പെണ്ണിന്റെ മുന്നിൽ. ഈ കളിയിൽ നമ്മൾ 2 പേരും മാത്രം മതി, ലക്ഷ്മിയും ദക്ഷയും. മറ്റാരെയും നിങ്ങൾ ലക്ഷ്യം വെക്കണ്ട. നിങ്ങൾ ചെയ്ത പാപങ്ങൾ ക്ഷമിച്ച് ഞാൻ അപേക്ഷിക്കാം. ദക്ഷമ തിരിച്ചുപോ. ഈ തറവാട് എന്നും ഇതുപോലെ നിലനിൽക്കും. അത് ഞാൻ ദക്ഷാമയ്ക്ക് തരുന്ന വാക്കാ. അതേടി, നിന്റെ കാര്യത്തിൽ തീർപ്പ് വരും വരെ ഞാനും കാത്തിരിക്കാം. ഇനി ഇങ്ങനെയുള്ള സാഹസമൊന്നും പാടില്ല. ജീവനോടെ അതിനകത്ത് നിന്ന് പുറത്തു കിടക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല. ദിനേശേട്ടനോട് പ്രതീക്ഷിച്ചത് ഗൗതത്തെ അയാളുടെ ഗുണ്ടകളെയാണല്ലേ? ഗൗതം മുഖം കാണിക്കാതെ ഗുണ്ടകളായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ കാത്തിരുന്നത് ദക്ഷയെ തന്നെയാ. ദക്ഷ മാണിക്യമംഗലം വാങ്ങാൻ അഡ്വക്കേറ്റ് ശർമാജിയെ സമീപിച്ചിട്ടുണ്ട്. മാണിക്യമംഗലത്തെ ഒരു അവകാശി എന്ന് തിരിച്ചു വന്നാലും ആ തറവാട് ഒരു മാറ്റവും വരുത്താതെ മടക്കി കൊടുക്കാനാ മരിക്കുന്നതിനു മുമ്പ് അച്ഛൻ ശർമാജിയോട് പറഞ്ഞിട്ടുള്ളത്. എന്തായി പറയുന്നത്? കോടിക്കണക്കിന് വിലമതിക്കുന്ന പ്രോപ്പർട്ടി വെറുതെ കൊടുക്കാനോ? അതെ, അതൊരു പ്രായശ്ചിത്തം പോലെ അച്ഛൻ കരുതുന്നേ. അപ്പോ ഈ വിവരം സഞ്ജു അറിഞ്ഞ ഗൗരി നന്ദനിക്ക് തറവാട് എഴുതി കൊടുക്കില്ലേ? ദക്ഷയുടെ ആ മോഹം തടയാനല്ലേ
ഞാനിപ്പോ ഇറങ്ങി തിരിച്ചത്. ഇപ്പൊ മാണിക്യമംഗലത്തെ ആർക്കും ഈ മണ്ണിൽ യാതൊരുവിധ അവകാശങ്ങളും ഇല്ല. കോടതി വഴി ലേലത്തിൽ വെച്ച ഭൂമി ആരോ വാങ്ങി. അയാളുടെ കയ്യിൽ നിന്ന് അച്ഛൻ അത് വാങ്ങി. ഈ ഭൂമി ദാനമായി ദക്ഷയ്ക്ക് വേണ്ടത്രേ. വില മംഗലശ്ശേരിക്കാർക്ക് നിശ്ചയിക്കാം എന്ന നിലപാടില്ല ദക്ഷ. അവകാശിയായ ആള് വന്ന അവർക്ക് ദാനമായി വേണ്ടെങ്കിൽ വിലയ്ക്ക് കൊടുക്കാനും സഞ്ജു തയ്യാറാവും. അവൾ ഇവിടെ വേലുറപ്പിക്കുന്നത് നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാ. കാര്യങ്ങൾ ഇനിയും സഞ്ജുവിനോട് പറയാതിരിക്കുന്നത് മണ്ടത്തരാവും. ശ്രീകുട്ടിയെ 2 തവണ കൊല്ലാൻ ശ്രമിച്ചത് ദക്ഷയാണെന്നറിഞ്ഞ സഞ്ജു ഒരിക്കലും ഭൂമി വിട്ട് നൽകില്ല. അദ്ദേഹത്തെ വരച്ച വരയിൽ നിർത്താനുള്ള ആയുധം ദക്ഷയുടെ കയ്യിലുണ്ട്. അദ്ദേഹമാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയതെന്ന സത്യം. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ ദിനേശേട്ടാ ഒന്നും വെളിപ്പെടുത്താനാവാതെ നമ്മളും നിസ്സഹായരായി നിൽക്കുന്നത്. അത് വെച്ച് ദക്ഷയ്ക്ക് ഈ തറവാട് നേടിയെടുക്കാനും കഴിയും. ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? ദക്ഷയ്ക്ക് തിടുക്കം കുറച്ച് കൂടിപ്പോയി. അത് അവൾക്ക് തന്നെ വിനയായി കഴിഞ്ഞു. ശർമാജിക്ക് മുന്നിൽ താൻ ഗൗരീനന്ദന അല്ലെന്ന് അവൾക്ക് പറയേണ്ടി വന്നത് അവളുടെ മണ്ടത്തരം കൊണ്ടാ. മോള് വ്യക്തമായിട്ടൊന്ന് പറ. ചേച്ചിയെ കൊലപ്പെടുത്തിയെന്ന വിശ്വാസത്തിൽ ദക്ഷ മുത്തശ്ശനെ കയറി വിളിച്ചതാ ദക്ഷയ്ക്ക് പറ്റിയ മണ്ടത്തരം. മംഗലശ്ശേരിക്കാരോട് കുടുംബ ശത്രുത വരേണ്ടത് മാണിക്യമംഗലത്തുകാർക്കാ. ഇവിടെ നിന്ന് ആരും ഇനി വരാനില്ലെന്ന് മുത്തശ്ശൻ വിശ്വസിക്കുന്നു. ഗൗരീനന്ദന എന്ന് പറഞ്ഞ് ദക്ഷ ഇനി രംഗത്ത് വന്നാ ശത്രു ആരാണെന്ന് വ്യക്തമാവും. അത് സത്യം. ആ ഫോൺ കോൾ ദക്ഷയ്ക്ക് തിരിച്ചടി ആയത് അവിടെയാ. ദക്ഷയെ ബന്ധിക്കാനുള്ള കയറ് അവര് തന്നെ ഇട്ടു തന്നു. അതിപ്പം എന്റെ കയ്യില. ഈ തറവാട് സ്വന്തമാക്കാനുള്ള മോഹമായി ദക്ഷ ഇനി വരില്ല. അതിവിടെ സ്മാരകം പോലെ നിലനിന്ന് പോകണമെന്ന് അവരാഗ്രഹിക്കും. തിരിച്ചു പോകാനുള്ളൊരു മനസ്സ് അവരെ കാണിച്ച അവര് പൊക്കോട്ടെ. ചേച്ചിക്ക് സംഭവിച്ചതൊക്കെ ഒരു ദൈവവിധിയായി കണ്ട് സമാധാനിക്കാനേ നമുക്ക് കഴിയൂ. ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട. അമ്മ കാറി കയറി നമുക്ക് പോവാം. ശരി. എന്താ ലക്ഷ്മി?